ഈ പുനർനിർണയത്തിന് ശേഷം 2-2 മണ്ഡലം മാത്രമാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് പോരാടിയിട്ടുള്ളൂ. ഒന്ന് പറവൂർ, ഒന്ന് കരുനാഗപ്പള്ളിയാണ്. പറവൂർ CPI ആണ് മത്സരിക്കുന്നത്, കരുനാഗപ്പള്ളിയും CPI ആണ് മത്സരിക്കുന്നത്. പറവൂർ VD സതീശൻ്റെ മണ്ഡലമാണ്. അവിടെ വരെ CPIനോട് മത്സരിച്ചിട്ടാണ് കോൺഗ്രസ് ഒരു കുത്തക എന്ന് പറഞ്ഞാൽ ഘടകകക്ഷികളുടെ പിൻബലമില്ലാതെ സ്വന്തം ജയിച്ച് കയറാം എന്ന് പറയുന്നത് 2-2 മണ്ഡലേ കേരളത്തിലുള്ളൂ. ഞാൻ പറയുന്നത് അരുൺ സാർ പറയുന്നതിനേക്കാൾ 40 മണ്ഡലം CPMൻ്റെ സ്ട്രോങ് കോട്ടയം. ഞാൻ അതിനേക്കാളും കൂടുതലാണ് പറയുന്നത്. ഏകദേശം 47ഓളം മണ്ഡലം CPMൻ്റെ കുത്തക മണ്ഡലങ്ങളാണ്. അവിടെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന 63 സ്ട്രാറ്റജി കൊണ്ട് പോലും നടക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 22 സീറ്റിലാണ് ലീഗ് മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 15 സീറ്റാണ് ലീഗിൽ കിട്ടിയത്. ഇനി 22 സീറ്റും പിന്നെ ലീഗിന് കിട്ടിയെന്ന് വെച്ചോളൂ. ലീഗ് മത്സരിക്കുന്നത് തിരുവമ്പാടി അടക്കം ലീഗാണ് മത്സരിക്കുന്നത്. അങ്ങനെയുള്ള 22 സീറ്റും ലീഗിന് കിട്ടിയാൽ തന്നെ കളമശ്ശേരി ലീഗാണ് മത്സരിക്കുന്നത്. അങ്ങനെയുള്ള അത് ഞാൻ പറയുന്നത് ലീഗ് മത്സരിക്കുന്ന മുഴുവൻ സീറ്റും ലീഗ് കിട്ടിയാൽ തന്നെ ബാക്കി 72 സീറ്റിൽ 50 സീറ്റ് എവിടെ നിന്ന് വരണം? 50 സീറ്റ് കോൺഗ്രസിൻ്റെതും കേരള കോൺഗ്രസിൻ്റെ അടുത്ത് വരണം. കേരള കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? മാക്സിമം അവർക്കാകെ 10 സീറ്റാണ് കൊടുക്കുന്നത്. 9 സീറ്റാണ് അവർക്ക് കൊടുക്കുന്നത്. 9 സീറ്റും വിജയിച്ചു നോക്കുക. 9 22 9 31. ബാക്കി എത്ര സീറ്റ് വേണം? 40 സീറ്റ് വേണം ഭരണം കിട്ടണമെങ്കിൽ. ഈ 40 സീറ്റ് കോൺഗ്രസ് എവിടെ നിന്നാണ് പിടിക്കാൻ പോകുന്നത്? ഇനി 22 സീറ്റ് ഇവർ സിറ്റി മണ്ഡലം മുഴുവൻ വെച്ചോളൂ. 21 സീറ്റ് കഴിഞ്ഞാൽ ബാക്കി എത്ര വേണം? 19 സീറ്റ് വേണം. ഈ 19 സീറ്റ് കോൺഗ്രസ് പിടിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ 19 സീറ്റ് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല.